കാസർഗോഡ് കാലിക്കടവിൽ MDMA-യുമായി പിടിയിലായ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന ഭരണത്തിലെ ഉന്നതരുമായുള്ള ഉറ്റബന്ധം കുറച്ചു ദിവസങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന മൊത്തക്കച്ചവടക്കാരാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായ ഈ സംഘത്തിലെ പ്രധാന കണ്ണികൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ളവരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിക്കുന്ന MDMA ഈ സംഘം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വിറ്റഴിക്കുന്നുവെന്നാണ് UDF സർക്കാരിന്റെ പോലീസ് പുറത്തുവിട്ട വിവരം. ഒരു മാസത്തിനിടെ ഇവർ 4 തവണ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയെന്നുള്ള വെളിപ്പെടുത്തലുമുണ്ടായി. പെരുമ്പാവൂർ സ്വദേശികളായ KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ദുൽ സലാം, PA അബ്ബാസ് എന്നിവരാണ് സംഘത്തിലെ പ്രധാനികൾ. പിടിയിലായ 4-മൻ സൈനുലാബുദ്ദീൻ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. കോൺഗ്രസുകാരായ പ്രതികൾ UDF അധികാരത്തിലെത്തിയതോടെയാണ് തങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തിയതും വ്യാപകമാക്കിയതും. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഭരണത്തിന്റെ തണലിലാണ് ഇവരുടെ ഹീനകൃത്യമെന്നാണ് നിഗമനം. പ്രതികളുടെ കോൺഗ്രസ് ബന്ധം സംബന്ധിച്ച് പരസ്പര വിരുദ്ധ വിശദീകരണങ്ങളാണ് നേതാക്കളിൽ നിന്നുണ്ടായിരിക്കുന്നത്. മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ലെന്നായിരുന്നു എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരുന്നത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മറ്റു ചുമതലകളിൽ നിന്നും നീക്കിയതായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫും അറിയിച്ചു. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും മന്ത്രിയുമായ OK ജനീഷ് സംഘടനയുമായി ഹുസൈന് ഒരു ബന്ധവുമില്ലെന്നാണ് പറഞ്ഞത്. ഇവയെല്ലാം പരസ്പര വിരുദ്ധമാണെന്നതിൽ സംശയമില്ല. ഇവർ അറസ്റ്റിലായപ്പോൾ തന്നെ ഹുസൈനും മറ്റുള്ളവർക്കും മുഖ്യമന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംഘടനകളുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഒരാൾ മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ ചുമതലക്കാരനാണെന്ന് വെളിപ്പെടുത്തലുമുണ്ടായി. മുഖ്യമന്ത്രിക്ക് സാധാരണയേക്കാൾ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളും മറ്റുമാണ് പുറത്തു വന്നത്. ഇവയിൽ പലതും പ്രതികൾ തന്നെ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചവയായിരുന്നു. പ്രതികളിൽ ചിലരുടെ സ്വകാര്യ ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തെളിയിക്കുന്ന ദൃശ്യങ്ങളും അതിലുണ്ടായിരുന്നു. അവയൊന്നും തന്നെ അടുത്ത ദിവസങ്ങളിലേതായിരുന്നില്ല എന്നതിൽ നിന്ന് ബന്ധം ദൃഢവും ദീർഘകാലമായുള്ളതും ആയിരുന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നുള്ള പ്രതികരണമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അത് ഇന്നലെയാണ് ഉണ്ടായത്. പക്ഷേ കേട്ടവർക്ക് ബോധ്യമാകുന്നത് പ്രസ്തുത വിശദീകരണം ഒട്ടും വിശ്വസനീയമായില്ലെന്നാണ്. പ്രതികളായ മുഹമ്മദ് ഹുസൈനും അബ്ദുൽ സലാമിനെയും നേരിട്ടറിയാമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും കൂട്ടിച്ചേർക്കുന്നു. 2023 നടന്ന നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ പരിക്കേറ്റയാളെന്ന നിലയിലുള്ള ബന്ധമാണെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. ഇതിലൂടെ നേരത്തെ മുഹമ്മദ് ഷിയാസ്, മന്ത്രി OJ ജനീഷ് എന്നിവരുടെ പ്രതികരണങ്ങൾ പൊള്ളയാണെന്ന് വ്യക്തമാകുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അവിശ്വസനീയമാകുന്നതിനുള്ള പ്രധാന കാരണം മുഹമ്മദ് ഹുസൈന് അദ്ദേഹവുമായുള്ള ബന്ധം 2021 മുതലുണ്ടെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നതിനാലാണ്. മാത്രവുമല്ല, ഹുസൈൻ തന്നെ അവകാശപ്പെട്ടത് VD സതീശന്റെ സമൂഹ മാധ്യമങ്ങളുടെ മുഖ്യ ചുമതലക്കാരനായിരുന്നുവെന്നാണ്. കോൺഗ്രസ് അണികളും അത് സ്ഥിരീകരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും തനിക്ക് സമൂഹ മാധ്യമ ടീം ഉണ്ടായിരുന്നില്ലെന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. അത് അവിശ്വസനീയമാണെന്ന് മാത്രമല്ല, സമൂഹ മാധ്യമ സംഘം ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ആ ചുമതലകൾ നിർവഹിച്ചത് ആര്, എന്തിന് എന്നീ ചോദ്യങ്ങൾ പ്രസക്തമാകുന്നു. എന്നു മാത്രമല്ല, അത് നിർവഹിക്കപ്പെട്ടിരുന്നത് പുറം കരാർ ആയിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളും ഉയർന്നു. ഇത്തരം ചോദ്യങ്ങൾ VD സതീശനെ കൂടുതൽ സംശയമുനയിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരു നുണ പറയുമ്പോൾ അത് സ്ഥാപിക്കുവാൻ കൂടുതൽ നുണ പറയേണ്ടി വരുമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് ഇവിടെ. കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതും സംശയവൃത്തം വലുതാക്കുന്നുണ്ട്. അതിനാൽ ഇനിയും നിരവധി നുണകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉയർന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഈ കേസിൽ സത്യസന്ധമായ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ്. ലഹരിക്കെതിരായ ശക്തമായ നടപടികൾ മുൻ സർക്കാരുകളിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിട്ട് അതെന്തോ പുതിയ പദ്ധതിയാണെന്ന് വരുത്താനാണ് UDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാവി എന്താകുമെന്ന സംശയവും പുതിയ സാഹചര്യത്തിൽ ബലപ്പെടുകയാണ്.